നമസ്കാരം. കേരളത്തിലെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിച്ചതിനെ തുടർന്ന് LDFന് കാര്യമായ തിരിച്ചടി ഇപ്പോൾ നേരിട്ടിരിക്കുകയാണ്. UDF ആകട്ടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ LDF മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള ജോസ് കെ മാണി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണ നേതൃത്വത്തിന് അടിതെറ്റിയെന്ന് പരസ്യമായി അഭിപ്രായപ്പെട്ടത് അത് ശ്രദ്ധേയമാണ്. സ്വർണ്ണക്കടത്ത് വിവാദമടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചുവെന്നും LDF തെന്നി വീഴുകയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വീണുപോയി. സംസ്ഥാനത്തുടനീളമുള്ള ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ UDF മുന്നേറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്ന് ജോസ് കെ മാണി തുറന്നു സമ്മതിച്ചു. ഭരണവിരുദ്ധ വികാരമാണ് ഇതിന് കാരണമായതെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. അതേസമയം വികസനപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശദമായിട്ട് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ ക്ഷേമ പെൻഷനുകളും അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പുവരുത്തുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ജോസ് കെ മാണി UDF ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൈക്കൂലി എന്ന ആരോപണം ഉന്നയിക്കുന്നതിനെ വിമർശിക്കുകയും ചെയ്തു. അതും ജോസ് കെ മാണിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന വാർഡിൽ പോലും UDF സ്ഥാനാർത്ഥി വിജയിച്ചുവെന്നത് അദ്ദേഹത്തിന് കനത്ത പ്രഹരമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഉയർന്ന ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ജോസ് കെ മാണിയുടെ പ്രതീക്ഷകൾ തകരുകയും ഇത് മുന്നണിയിലെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഫലമായിട്ട് മാറുകയും ചെയ്തു. ജോസ് കെ മാണി വിഭാഗം മത്സരിച്ച വാർഡുകളിലടക്കം LDF കനത്ത തോൽവി ഏറ്റുവാങ്ങി. 26 വാർഡുകളുള്ള നഗരസഭയിൽ LDFനാകെ 10 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. ജോസ് കെ മാണി വിമർശിച്ചതിൻ്റെ പേരിൽ CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ബിനു പുളിക്കകണ്ടം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിജു പുളിക്കകണ്ടം, അതോടൊപ്പം തന്നെ ബിനുവിൻ്റെ മകൾ ദിയ എന്നിവരുടെ വിജയം മാണി ഗ്രൂപ്പിൻ്റെ പതനത്തിന് നിർണായക ഘടകങ്ങളായി മാറി. ജോസ് കെ മാണിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന 22ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതാണ് മുന്നണിക്ക് ഏറ്റവും വലിയ ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി UDFലെ രജിത പ്രകാശനാണ് ഈ വാർഡ് പിടിച്ചെടുത്തത്. ഇത് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് M പാർട്ടിക്കും വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF സ്ഥാനാർത്ഥികളെ നിർത്താത്തത് തോൽവി ഭയന്നാണെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം പാലായിൽ ഉണ്ടാകുമെന്നും ജോസ് കെ മാണി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെയും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തെയും ഒക്കെ തന്നെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടാണ് പാലായിലെ ജനവിധി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ജോസ് കെ മാണിയുടെ ആ പ്രതികരണം ഒന്ന് കണ്ടുവരാം. നമുക്ക് ചില സ്ഥലങ്ങളിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിസൾട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്സഭ എടുക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭയിൽ നമ്മൾ കണ്ടത് ഒരു ലോക്സഭ മാത്രമാണ് LDF ജയിച്ചത്, മറ്റ് മുഴുവൻ UDF ജയിക്കുകയുണ്ടായി. അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ 100-ൽ പരം നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ UDFന് ലീഡുണ്ടായിരുന്നു. അപ്പോൾ ഇത് പലതരത്തിലുള്ള നമ്മൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും. അപ്പം ഇത് കൃത്യമായി ഇത് സമയമെടുത്ത് ഇതിൻ്റെ പൂർണ്ണ വിവരം വന്നതിന് ശേഷമാണ് നമുക്ക് പഠിച്ചിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ലോക്സഭയുടെ വെച്ച് നോക്കുമ്പോൾ അത്രയും ആഴത്തിലൊന്നും ഈ കാര്യങ്ങൾ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2ലെ ചിഹ്നത്തിൽ വിജയിച്ചത് 10 സ്ഥാനാർത്ഥികളായിരുന്നു. ഈ പ്രാവശ്യവും 2ലെ ചിഹ്നത്തിൽ ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജയിച്ചത് 10 സ്ഥാനാർത്ഥികൾ തന്നെ ഈ പ്രാവശ്യം വിജയിച്ചു. പക്ഷെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചുരുങ്ങിയ വോട്ടുകൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയാണ്. ഇതിനകത്ത് പല സ്ഥലങ്ങളിലും അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുകളുണ്ട്. അതെപ്പോഴും അത് പ്രത്യക്ഷമായി നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് വികസനം പുറകോട്ട് പോയത്, അത് ക്ഷേമ പെൻഷനാകട്ടെ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം, ഇതിലെല്ലാം മുന്നിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിക്കണമല്ലോ. അതല്ല സൗജന്യ വാഗ്ദാനങ്ങൾ എന്നുള്ളതല്ല, അത് അർഹതപ്പെട്ട അതല്ലേ. പലപ്പോഴും UDF തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്തത് കൈക്കൂലിയാന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഏതൊക്കെയാലും LDFന്റെ യോഗങ്ങളുണ്ട്, അത് അടുത്ത ദിവസം തന്നെയുണ്ട്. തീർച്ചയായും ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. ഏറ്റവും വലിയ ഘടകകക്ഷി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സഖ്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആണ്. അപ്പോൾ സ്വതന്ത്രമായി ചർച്ച നടക്കുമോ? ഭരണം പിടിക്കുന്ന അല്ല, നമ്മൾ ഭരണം പിടിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ആത്യന്തികമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. അത് UDF കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി. അതിനുശേഷം നമുക്കറിയാം വളരെ വിഷമവും പ്രയാസങ്ങളും ഒക്കെ കേരള കോൺഗ്രസ് കടന്നുപോയി.
ഇപ്പോഴും ആ സംഘടനാപരമായി ബലത്തിലാണ് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ മുന്നണിക്കകത്ത് മറ്റ് സ്ഥലങ്ങളിൽ കാണിക്കുന്നത് പോലെ വലിയ സമ്മർദ്ദം പുലർത്തിയൊന്നുമല്ല. അത് എവിടെയാണോ നമ്മൾ ജനവിധി എങ്ങനെയാണോ ആ സ്ഥലത്ത് നമുക്ക് അല്ല, അത് ഈ തീരുമാനിക്കേണ്ടതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇപ്പോൾ നമുക്ക് ഭരണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെന്താന്നുള്ള ആ രീതി ജനം എന്താ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാനാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. അത് ചില പ്രത്യേക മേഖലകളിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കേട്ടോ ശ്രദ്ധിക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇങ്ങനെയൊരു കൂട്ടുകെട്ട് UDFും മറ്റ് കക്ഷികളുമായിട്ടുണ്ടായിരുന്നു. അത് ഒരു ചില മേഖലയിൽ വോട്ടർമാർ തന്നെ അത് റിയലൈസ് ചെയ്തു. ഇപ്പൊ മുത്തോലി പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം BJP അവിടെ ഭരിച്ചു. പക്ഷെ ചില കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ്. ഇതിപ്പം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് എവിടെയാണ്? UDF നഷ്ടപ്പെടുകയാണ്. കിടങ്ങൂർ പഞ്ചായത്ത് ഇതേ രീതിയിൽ തന്നെ അവിടെ BJP ഭരിച്ചു. പക്ഷെ അവിടെ നഷ്ടപ്പെട്ടത് UDF ആണ്. പക്ഷെ ആ കിടങ്ങൂർ പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിച്ചു. പക്ഷെ അവിടെ വോട്ടർമാർക്ക് എന്താണ് ഉണ്ടായത് എന്നുള്ള എന്താണ് അവർ മനസ്സിലാക്കി. അപ്പോൾ എപ്പോഴും അവരെ തെറ്റിദ്ധരിപ്പി അല്ലെങ്കിൽ അവരെ ഒരു അല്ലെങ്കിൽ ഒരു തെറ്റിക്കാൻ പറ്റിയല്ലോ. അപ്പൊ അവർ തിരിച്ചറിഞ്ഞു. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ എവിടെയാണ് കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോട്ടയത്ത് പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട്. അതിരമ്പുഴയിൽ ജിം ഇലക്ഷൻ സ്ഥാനാർത്ഥിയാക്കിയ ജോസ്കമ്മയുടെ തന്ത്രപരമായ ഒരു ഓപ്പറേഷൻ, പക്ഷെ അതൊക്കെ പൊളിയാണ്. പക്ഷേ ഇത് പൊളിയലും ഇതല്ല. ഈ നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ എപ്പോഴും നമ്മളെ വിജയപരാജയങ്ങളുണ്ട് അല്ലേ? ആ വിജയപരാജയങ്ങൾ ചില മേഖലകൾ UDF വളരെയധികം സ്വാധീനമുള്ള മേഖല അതിരമ്പുഴയുണ്ട്. അവിടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി അവിടെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടേണ്ട അർഹത ഇത്രയും വർഷങ്ങളായിട്ട് ശേഷം അതൊക്കെ ലഭിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതല്ലാതെ പോയി കയ്യെ പിടിച്ച് ബലമായിട്ട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മളേതൊക്കെയാലും എവിടെയെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ പരാജയങ്ങളോ പിന്നോക്കെ പോയിട്ടുണ്ടെങ്കിൽ എടുത്ത് പരിശോധിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അവിടെയെല്ലാം നമ്മൾ ജയിച്ചെന്ന് ഞാനൊട്ട് പറയത്തുമില്ല. പക്ഷെ തീർച്ചയായിട്ടും സംഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുജനത്തിന്റെയും കൂടെ വേണമല്ലോ. അതുകൂടെയാണ് നമ്മളൊരു ജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റാൻ പറ്റും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്? അല്ലല്ലോ. ഇപ്പൊ എത്രയോ മുന്നണികൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ മുന്നണിയുണ്ട്, ഈ പ്രാവശ്യം ആ മുന്നണിയിലേക്ക് പോവാം. അങ്ങനെ ഒരു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് ഒറ്റ നിലപാടേ ഉള്ളൂ. അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അതിനകത്ത് വിജയവും പരാജയവും ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മുടേത്, പരാജയം ഉണ്ടാകുമ്പോൾ എല്ലാം അപ്പുറത്ത്. അങ്ങനെ പറയാൻ പറ്റില്ല. പാലാ ജനവിധി, പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അതിന്റെ കേരള സംസ്ഥാനത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലായിടത്തും എന്താണ് ഉണ്ടായത് എന്നുള്ളത് വിലയിരുത്തും. പിന്നെ പലപ്പോഴും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളും പ്രാദേശികമായ വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രാദേശിക വിഷയങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും.